നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവിന്റെ അന്ത്യയാത്രയിൽ അമേരിക്ക കാണിച്ച മൂന്നാംകിട നാടകങ്ങൾക്കും ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായ പരിഹാസങ്ങൾക്കുമുള്ള കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി അമേരിക്കയുടെ 85 തന്ത്രപ്രധാന സൈനിക താവളങ്ങളും പ്രതിരോധ കേന്ദ്രങ്ങളും തകർത്തുകൊണ്ട് ഇറാൻ ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിച്ചത്. അതായത് അമേരിക്കയെയും നിലവിലെ ഭരണകൂടത്തെയും ഞെട്ടിച്ച ഈ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും വരും വരായികളെ കുറിച്ച് ആശങ്കയോടെയാണ് നിൽക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ നടത്തിയ കടുത്ത ഭാഷയിലുള്ള പ്രസ്താവനകൾ പശ്ചിമേഷ്യയെ പുതിയൊരു ഭൗമരാഷ്ട്രീയ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും കടുത്ത പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത്. അമേരിക്കയുടെ ഭീഷണികളും സൈനിക നീക്കങ്ങളും ഉപരോധങ്ങളും ഇറാനെ പിന്തിരിപ്പിക്കുകയല്ല എന്നും മറിച്ച് കൂടുതൽ ശക്തമായ പ്രതിരോധ നിലപാടിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. ഈ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ മാറുന്ന ശക്തി സമവാക്യങ്ങളുടെ പ്രതിഫലനമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാന്റെ തീരങ്ങളിൽ വിദേശ സൈനികർ ഇറങ്ങുമെന്ന് കരുതുന്നവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നതെന്നാണ് ഇറാനിയൻ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഡെപ്യൂട്ടി കോർഡിനേറ്ററായ റിയർ അഡ്മിറൽ ഹബൂബുള്ള സയാരി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ നടത്തിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ തീരങ്ങളിൽ ശത്രുസേനയെ ഇറക്കാനുള്ള ഏതൊരു ശ്രമവും അധിനിവേശ സേനയ്ക്ക് നരകത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്നും അത്തരം നീക്കത്തിന് മുതിരുന്നവർക്ക് തിരിച്ചു പോകാനുള്ള വഴി പോലും കണ്ടെത്താനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇറാന്റെ പ്രതിരോധ ശക്തി വെറുമൊരു സൈന്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും രാജ്യത്തിന്റെ മുഴുവൻ ജനതയുടെയും ദേശീയ സുരക്ഷയുടെയും ഭാഗമാണ് എന്നാണ് സയാരി ചൂണ്ടിക്കാട്ടിയത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സൈന്യം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആഭ്യന്തര സുരക്ഷാ സേന, ബസീദ് സന്നദ്ധ സേന, സാധാരണ ജനങ്ങൾ എന്നിവരടങ്ങുന്ന ഒരു പ്രതിരോധ ശൃംഖലയാണ് ഇറാനെ സംരക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ തീരങ്ങളിൽ സൈന്യം ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ശത്രുക്കൾ തയ്യാറാകില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ മണ്ണ് രാജ്യത്തെ 90 ദശലക്ഷത്തിലധികം ജനങ്ങളുടെ ചുവന്നവര ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാനിയൻ ഭൂമിയിൽ വിദേശ സൈന്യം കാലുകുത്തുന്നത് ഒരിക്കലും അനുവദിക്കില്ലെന്നും അതിനായി രാജ്യം ഏതറ്റം വരെയും പോകുമെന്നും സയാരി പറഞ്ഞു. ഹോർമോസ് കടലിടുക്കും മക്രാൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈന്യം സാന്നിധ്യം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്നാണ് ഇറാന്റെ അവകാശവാദം. എന്തായാലും അമേരിക്കയുടെ വാദം വ്യത്യസ്തമാണെന്നും ഹോർമോസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിനും നേരെയുണ്ടാകുന്ന ഭീഷണികളെ ചെറുക്കുകയാണ് തങ്ങളുടെ നടപടികളുടെ ലക്ഷ്യമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമോസ് കടലിടുക്കിലുണ്ടാകുന്ന ഏത് അസ്ഥിരതയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് അമേരിക്ക. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബ് അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. സമൂഹ മാധ്യമമായ എക്സിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിലായിരുന്നു മേഖലയിൽ നിലനിൽക്കുന്ന ധാരണകളും വെടിനിർത്തൽ ചട്ടക്കൂടുകളും അമേരിക്ക തുടർച്ചയായി ലംഘിക്കുകയാണെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. തെക്കൻ ഇറാനെതിരായ ആക്രമണങ്ങൾ, കൂടുതൽ സൈനിക നടപടികളുടെ ഭീഷണി, സാമ്പത്തിക ഉപരോധങ്ങളുടെ പുനഃസ്ഥാപനം, സമുദ്ര പ്രവർത്തനങ്ങളിലെ അമേരിക്കൻ ഇടപെടൽ എന്നിവയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഗാലിബാഗിന്റെ സന്ദേശത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അദ്ദേഹത്തിന്റെ അവസാന മുന്നറിയിപ്പായിരുന്നു. ഭീഷണിപ്പെടുത്തലിന്റെയും പിടിച്ചുപറയുടെയും യുഗം അവസാനിച്ചു, അതിനി എങ്ങുമെത്തുന്നില്ല, ഞങ്ങൾ വഴങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ നിലവിലെ രാഷ്ട്രീയ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. എന്തായാലും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന കണക്കുകൂട്ടൽ തെറ്റിദ്ധാരണ എന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ നൽകാൻ ശ്രമിക്കുന്നത്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും പ്രതിരോധ നീക്കങ്ങളും ശക്തിപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ, നാവികസേനയുടെ പ്രവർത്തനങ്ങൾ, വിമാനവാഹിനി കപ്പലുകളുടെ സഞ്ചാരം എന്നിവയെല്ലാം മേഖലയിലെ സംഘർഷ സാധ്യതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുകയാണ്. മറുവശത്താകട്ടെ ഇറാനും തങ്ങളുടെ മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും സമുദ്ര പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് വെറും ഒരു അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ എണ്ണവില, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഗൾഫ് മേഖലയിലെ സുരക്ഷ, യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ, ഏഷ്യൻ ഊർജ വിപണി എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എണ്ണ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ അതിന്റെ ആഘാതം ലോകമെമ്പാടുമുള്ള വിപണികൾ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.